ഗുഡ് ആഫ്റ്റർനൂൺ. ഇസ്ലാമിലെ യുദ്ധങ്ങൾ പ്രതിരോധാത്മകമോ എന്നുള്ളതാണ് സബ്ജക്റ്റ്. സാധാരണ നമ്മൾ പറയുന്നത് ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ യുദ്ധം ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം നടന്ന ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ബദർ യുദ്ധമാണ്. ബദർ യുദ്ധം മുതലുള്ള തുടർന്നിങ്ങോട്ട് വന്ന എല്ലാ യുദ്ധങ്ങളും പ്രതിരോധത്തിന് വേണ്ടി ഇസ്ലാം സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ശക്തികൾ, പ്രധാനമായിട്ടും ഖുറൈശികൾ, മക്കയിലുള്ള ഖുറൈശികൾ ഇസ്ലാമിനെതിരെ യുദ്ധങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ യുദ്ധങ്ങളെ പ്രതിരോധിക്കാനുള്ള യുദ്ധങ്ങളായിട്ടാണ് മുഹമ്മദും കൂട്ടരും യുദ്ധം ചെയ്തത് എന്നാണ് പൊതുവിൽ നമ്മുടെ മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിം എന്ന സ്വത്വത്തെ പേറുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ സ്വത്വത്തോട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആളുകൾ പോലും വിശ്വസിക്കുന്നത് ആ യുദ്ധങ്ങളെല്ലാം തന്നെ പ്രതിരോധത്തിൻ്റെ യുദ്ധങ്ങളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചരിത്രം ലഭ്യമാണ്. ഒന്ന്, ഇസ്ലാമിൻ്റെ ഔദ്യോഗിക ചരിത്രവും മറ്റൊന്ന് ഇസ്ലാമിൻ്റെ ചരിത്രത്തെ ഇസ്ലാമിന് പുറത്ത് നിന്നുകൊണ്ട് അപഗ്രഥിച്ച് എഴുതപ്പെട്ട ചരിത്രവും. നമുക്ക് ഇസ്ലാമിൻ്റെ പുറത്ത് നിന്ന് എഴുതപ്പെട്ട ചരിത്രത്തെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് എഴുതപ്പെട്ട ചരിത്രത്തിൽ ഒരു പരിശോധന നടത്തി നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ യുദ്ധങ്ങളൊന്നും പ്രതിരോധത്തിൻ്റേത് ആയിരുന്നില്ല എന്നുള്ളതാണ്. യുദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ യുദ്ധങ്ങൾ മാത്രമല്ല, സാമ്രാജ്യത്തിൻ്റെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും നടന്നതാണ്. സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി രാജാക്കന്മാർ യുദ്ധം ചെയ്യുക, ആ യുദ്ധത്തിൻ്റെ തീയതിയും അതിൻ്റെ ദിവസവും നിശ്ചയിക്കപ്പെടുന്നത്, കടന്നാക്രമണത്തിൻ്റെ ദിവസം നിശ്ചയിക്കപ്പെടുന്നത്, സമയം നിശ്ചയിക്കപ്പെടുന്നത്, എനിക്ക് എത്രമാത്രം അതിർത്തികൾ വിപുലപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഒരു രാജാവ് തീരുമാനിക്കുമ്പോഴാണ്. ഒരു രാജാവ് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി വിപുലീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് ഒരു യുദ്ധത്തിലൂടെ അല്ലാതെ സാധ്യമല്ല എന്നുള്ളത് ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത്, പ്രധാനമായ ഒരു വ്യത്യാസമുള്ളത്, ഇത് ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. അതിർത്തി വിപുലീകരിക്കുക എന്നുള്ളത് ഒട്ടും ആത്മീയമായ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു ലേബലിൽ നടക്കേണ്ട ഒരു യുദ്ധമല്ല. അതിർത്തി വികസിപ്പിക്കുക എന്നുള്ളത്, സാമ്രാജ്യത്തിൻ്റെ അതിർത്തി വികസിപ്പിക്കുന്നത് തികച്ചും ഭൗതികമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, മതം പ്രചരിപ്പിക്കാൻ വേണ്ടി യേശുക്രിസ്തു മതം പ്രചരണത്തിന് വേണ്ടി യുദ്ധം നടത്തിയിട്ടില്ല. ആത്മീയമായ യുദ്ധങ്ങൾ, ഒരുപക്ഷെ ഇപ്പോൾ ഡോക്ടർ അജിത്ത് പറഞ്ഞതുപോലെ പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു എപ്പിക്കായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു പീസ് ഓഫ് ആർട്ടോ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വേണ്ടി യുദ്ധം നടത്തിയതായിട്ട് നമുക്ക് തെളിവുകളില്ല. പകരം ഒരു ചെകിട്ടിൽ അടിച്ചാൽ മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന വളരെ സാത്വികമായിട്ടുള്ള ഒരു കാര്യം നമുക്കതിൽ ദർശിക്കാൻ പറ്റും. മുഹമ്മദ് നബി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഫറ്റാണ് എന്ന് പറഞ്ഞ്, എന്നെ ദൈവം അയച്ചതാണ് എന്ന് പറഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതൊക്കെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ്, അതല്ലാതെ സാമ്രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയല്ല. സാമ്രാജ്യം വികസിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം നബിയിൽ ചാർത്തി കൊടുത്തിട്ടില്ല ദൈവം. പകരം മതം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. മതം എന്ന് പറയുന്നത് ആത്മീയമായി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ആത്മീയമായ ചിന്തയുടെയും ആത്മീയമായ റെപ്രസെൻറ്റേഷൻ്റെയും ആത്മീയമായിട്ടുള്ള പ്രതിനിധാനത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്.
അവിടെ യുദ്ധം എന്ന് പറയുന്നത് പ്രതിരോധമാണ് എന്ന് പറയുമ്പോൾ പോലും, അതാണെങ്കിൽ പോലും അതിൻ്റെ പ്രിമൈസിൽ തന്നെ അത് പൊളിയുകയാണ്. കാരണം അങ്ങനെയുള്ള ഒരു ആത്മീയമായ ഉത്കർഷത്തിന് വേണ്ടി, ആത്മീയമായ ഒരു ഉന്നതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കരണീയമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രതിരോധത്തിൻ്റെ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലും പ്രിമൈസിൽ തന്നെ പൊളിയപ്പെടുന്ന, അല്ലെങ്കിൽ സ്വയം പൊളിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അഖബ ഉടമ്പടി എന്നുള്ളതാണ് നബിയുടെ ആദ്യത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ നോക്കിയാൽ കാണുന്ന ഒരു കാര്യം അഖബ ഉടമ്പടിയാണ്. അഖബ ഉടമ്പടി എന്ന് പറയുന്നത് നബി നുബുവത്ത് കിട്ടിയിട്ട് പലായനം ചെയ്യുന്നതിന് മുമ്പ്, മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് മക്കയിലുള്ള അഖബ എന്ന സ്ഥലത്ത് വെച്ച് മദീനക്കാരുമായിട്ട് ഏർപ്പെടുന്ന ഒരു ഉടമ്പടിയാണ് അഖബ ഉടമ്പടി. അഖബ ഉടമ്പടിയിൽ മുഹമ്മദും കൂട്ടരും മദീനയിലുള്ള ആളുകളുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടുന്നത്, മദീനയിൽ ഉള്ളത് ജൂതഗോത്രമാണ്. ഹൗസ്, ഖസ്റജ് എന്നൊക്കെ പറയുന്ന പ്രബലമായിട്ടുള്ള ജൂതഗോത്രങ്ങൾ. ഈ ജൂതഗോത്രത്തിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രവാചകൻ വരും. ആ പ്രവാചകൻ ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് ആ പ്രവാചകൻ വരുന്നത്. ആ പ്രവാചകൻ ഈ പെനിൻസുലയിൽ തന്നെ ജനിക്കുന്ന ഒരാളായിരിക്കും. അതൊരു പക്ഷെ ആരുമാവാം. മുഹമ്മദ് പറയുന്നു അത് ഞാനാണ്, അത് ഇസ്ഹാക്കിന്റെ പാരമ്പര്യത്തിൽ നിന്നല്ല, ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്നാണ് വരുന്നത്, അത് ഞാനാണ് എന്ന് പറയുമ്പോൾ ഇസ്മായിലോ ഇസ്ഹാക്കോ എന്നുള്ള വ്യത്യാസം മറന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ പ്രവാചകൻ മുഹമ്മദ് ആയിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കോ അല്ലെങ്കിൽ തീരുമാനത്തിലേക്കോ ജൂതഗോത്രത്തിലുള്ള കുറച്ച് ആളുകൾ എത്തുകയും, അങ്ങനെ ജൂതഗോത്രത്തിലുള്ള ആളുകൾ കാബയിലേക്ക് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി എല്ലാ മതത്തിലുള്ള, മതമൊന്നും ഇല്ലാതിരുന്ന ആളുകളും പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പം മക്കയിലുള്ള കാബയിലേക്ക് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി, കാബയിലെ ആരാധനം, നിരവധി മൂർത്തികൾ, ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അടങ്ങുന്ന നിരവധി വിഗ്രഹങ്ങളുള്ള, നിരവധി ആളുകളുടെ, നിരവധി വിശ്വാസത്തിന്റെ ധാരകൾ ഉൾക്കൊള്ളുന്ന ആ കാബയിലേക്ക് പ്രദക്ഷിണത്തിന് വേണ്ടി പോകുന്ന ഈ ജൂതന്മാരടക്കമുള്ള ആളുകളാണ് മുഹമ്മദുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നത്. അതിനെയാണ് അഖബ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. അഖബ ഉടമ്പടിയിൽ മുഹമ്മദ് പറയുന്നത്, ഇനി നിങ്ങളുടെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളായിരിക്കും, നിങ്ങളുടെ മിത്രങ്ങൾ എൻ്റെ മിത്രമായിരിക്കും. അപ്പം നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർക്കെതിരെ ഞാനും യുദ്ധം ചെയ്യും, നിങ്ങളോട് സൗഹാർദ്ദത്തിൽ നിൽക്കുന്നവരോട് ഞാനും അതേ സൗഹാർദ്ദത്തിൽ നിൽക്കും എന്ന് പറയുമ്പോൾ, യുദ്ധമാണ് മതം പ്രചരിപ്പിക്കാനുള്ള എൻ്റെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും അവസാനത്തെയും ആയുധമെന്ന് വളരെ കൃത്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് മുഹമ്മദ്. അഖബ ഉടമ്പടിയോട് കൂടി തന്നെ. അഖബ ഉടമ്പടിയുടെ തൊട്ട് പിറകെയാണ് മക്കയിൽ ഖുറൈശികൾ. മുഹമ്മദ് ഖുറൈശികളുടെ വിശ്വാസങ്ങളെയൊക്കെ തകർക്കുന്നു. ഖുറൈശികളുടെ വിശ്വാസം തെറ്റാണ് എന്ന് പറയുന്നു, ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല എന്ന് പറയുന്നു. പക്ഷേ മുഹമ്മദ് അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ടുള്ള അബ്ദുള്ളയുടെ മകനാണ്. ഖുറൈശി ഗോത്രത്തിന്റെ ഏറ്റവും പ്രബലനായിട്ടുള്ള അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ടുള്ള അബ്ദുള്ള മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് മുഹമ്മദ് പറയുന്നത് അത്ര കാര്യമാക്കേണ്ടതില്ല, മുഹമ്മദിനെ ഒരു ശത്രുവായി നമ്മൾ കാണേണ്ടതില്ല എന്നുള്ള ഈ പറയുന്ന കിൻഷിപ്പിൻ്റെയൊക്കെ ഗോത്രീയതയുടെയൊക്കെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. മുഹമ്മദ് പുലമ്പിക്കോട്ടെ, മുഹമ്മദ് അങ്ങനെ വല്ലതും പറഞ്ഞാൽ തന്നെ നമ്മൾ അതിനെ കാര്യമായി എടുക്കേണ്ടതില്ല എന്ന് പറയുകയും, ഏതാണ്ട് ഒരു 10 വർഷത്തോളം മുഹമ്മദിന്റെ മതപ്രചാരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 80-ൽ താഴെയുള്ള, അല്ലെങ്കിൽ 100-ൽ താഴെയുള്ള 80ഓളം ആളുകളെ മാത്രമാണ് മുഹമ്മദിനെ തൻ്റെ മതത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത് 10 വർഷത്തോളമുള്ള തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്. മുഹമ്മദിന് മനസ്സിലാവുന്നത്, ഇനി ഇവിടെ നിന്നാൽ എന്നെ പ്രവാചകനായി അംഗീകരിക്കാൻ മക്കയിലുള്ള ആളുകൾ ആരും തയ്യാറാവുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മദീനയിലുള്ള ജൂതഗോത്രത്തിൻ്റെ ഇടയിൽ ഈ തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട് എന്നറിയുകയും അവരുമായി ഒരു സന്ധിയിൽ, അല്ലെങ്കിൽ അവരുമായി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. ആ എഗ്രിമെന്റിൽ ഏർപ്പെട്ട ഉടനെ തന്നെ ആ എഗ്രിമെന്റ് പ്രത്യേകം പറയുന്നതാണ്, ഇനി എൻ്റെ ശത്രുക്കൾ നിങ്ങളുടെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളായിരിക്കും, നിങ്ങളുടെ മിത്രം എൻ്റെ മിത്രമായിരിക്കും, നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരോട് ഞാനീ യുദ്ധം ചെയ്യും എന്ന് പറയുമ്പോൾ, എനിക്കെതിരെ യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങളും യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് അതിൻ്റെ വിവക്ഷ.
കാരണം നമ്മളൊരു പാലയിടുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പാലയിടുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നമ്മൾ പാലയിടുന്നത്. അപ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറയുമ്പോൾ മുഹമ്മദ് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ ശത്രുക്കളോട് നിങ്ങളും യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ്. ആ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഈ ഔസ് അതേപോലെ ഖസ്റജ് ഗോത്രത്തിലുള്ള ആളുകൾ എനിക്ക് വേണ്ടി നിൽക്കും എന്നുള്ള കൃത്യമായ ഒരു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. മദീനയിലേക്ക് പലായനം ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മക്കയിൽ ജീവിച്ച ആളുകളാണ്, മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ മക്കയിൽ ജീവിച്ച ആളുകളാണ്. മക്കയിൽ കൃഷിയില്ല, പാറക്കെട്ടുകളാണ്, അഗ്നിപർവ്വത ശിലകളാൽ മൂടപ്പെട്ടിട്ടുള്ള വലിയ മരുപ്രദേശമാണ് മക്ക. കൃഷി എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് അവർക്ക് വലിയ തോതിലുള്ള വിവരമൊന്നുമില്ല. പക്ഷേ മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള ജൂതഗോത്രങ്ങളെല്ലാം തന്നെ കൃഷിയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും വരുമാന മാർഗം എന്ന് പറയുന്നത് കച്ചവടമാണ്. കച്ചവടം ചെയ്യണമെങ്കിൽ പണം വേണം. അപ്പോൾ അവിടെ പോയിട്ട് കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ കച്ചവടം ചെയ്യാനുള്ള ഭൗതികമായ ഒരു കോപ്പൊന്നും മുഹമ്മദിൻ്റെ കയ്യിലില്ല, കാര്യമായിട്ട് പണമൊന്നുമില്ല എന്നർത്ഥം. അങ്ങനെ പണമില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ചരിത്രകാരന്മാരെല്ലാം തന്നെ രേഖപ്പെടുത്തുന്നത് പല ദിവസങ്ങളിലും പട്ടിണി കിടക്കേണ്ടി വന്നു എന്നും, പല പട്ടിണി ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും ഒരുപക്ഷെ 1-2 ഈത്തപ്പഴം മാത്രം തിന്നുകൊണ്ട് വിശപ്പടക്കേണ്ടി വന്നു എന്നും പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ, അല്ലെങ്കിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ മദീനയിലായാലും മക്കയിലായാലും ഒക്കെയുള്ള ഗോത്ര വിഭാഗങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പണം സമ്പാദിക്കാൻ കണ്ടിരുന്ന ഒരു മാർഗം മറ്റ് ഗോത്രങ്ങളെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. മറ്റു ഗോത്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് അവരുടെ ആടുകളെ, ഒട്ടകങ്ങളെ, അവരുടെ കൃഷിയിടങ്ങളെ ഒക്കെ സ്വന്തമാക്കുക. അങ്ങനെ സ്വന്തമാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് അത്ര വലിയ മോശം കാര്യമായിട്ടൊന്നും അവർ കണ്ടിരുന്നില്ല. അത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു പ്രാക്ടീസാണ്. പണമില്ലാത്ത ആളുകൾ പണം പെട്ടെന്ന് നേടാൻ വേണ്ടി മറ്റ് ഗോത്രത്തിലുള്ള ആളുകൾ ആക്രമിച്ചുകൊണ്ട് സ്വന്തം ഗോത്രത്തിലുള്ള ആളുകളെ ആക്രമിക്കില്ല. അത് ഗോത്രീയതയുടെ ഭാഗമാണ്. അപ്പൊ മറ്റ് ഗോത്രത്തിലുള്ള ആളുകൾ ആക്രമിച്ചുകൊണ്ട് അവരുടെ സ്ത്രീകളെയും തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ള പാരമ്പര്യമായിരുന്നു അന്ന് മക്കയിലും മദീനയിലും ജീവിച്ചിരുന്ന ഈ ഗോത്രവർഗങ്ങൾക്ക് ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. മുഹമ്മദും തീർച്ചയായിട്ടും ആ വഴിയിലേക്കാണ് പിന്നെ ചിന്തിക്കുന്നത്. അതാണ് മുഹമ്മദിന്റെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, യുദ്ധം എന്നല്ല അവർ പറയുന്നത്, ഖസ്വ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഖസ്വ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഖസ്വ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ, അതേപോലെ സ്ത്രീകൾ ഒരു മുതലായിട്ടാണ് കണക്കാക്കുന്നത്. കൃഷി സാധനങ്ങൾ പോലെ, അല്ലെങ്കിൽ പണം പോലെ, ഒട്ടകങ്ങൾ പോലെ, ആടുകൾ പോലെ ഒക്കെയുള്ള ഒരു ഭൗതിക സാധനമായിട്ട് കണക്കാക്കുകയും, അല്ലെങ്കിൽ ഉപഭോഗത്തിനുള്ള ഒരു സാധനമായിട്ട് കണക്കാക്കുകയും, ആ സ്ത്രീകളെയും മറ്റു ഭൗതിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുവകകളെയും ആക്രമിച്ച് കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് ഖസ്വയുടെ അർത്ഥമായിട്ട് പറയുന്നത്. അങ്ങനെ ഖസ്വ ചെയ്തുകൊണ്ട് മുഹമ്മദ് മറ്റ് ഗോത്രത്തിലുള്ള ആളുകളുടെ മുകളിൽ ഖസ്വ ആരംഭിക്കുകയാണ്. ഈ ഖസ്വ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് മുഹമ്മദ് മദീനയിലേക്ക് ചെന്നിട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിയുമ്പോഴാണ് ആദ്യത്തെ ഖസ്വ എന്ന് പറയുന്ന റെയ്ഡ്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ കൊടുത്തിരിക്കുന്നത് റെയ്ഡ് എന്ന അർത്ഥത്തിൽ, യുദ്ധം അല്ലെങ്കിൽ വാർ എന്ന അർത്ഥത്തിലല്ല ഖസ്വയെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, റെയ്ഡ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ റെയ്ഡ് ചെയ്യുകയാണ്. കാരവൻസ് ആണ് റെയ്ഡ് ചെയ്യുന്നത്. എന്ത് കാരവൻസ്? മക്കയിലുള്ള ആളുകൾ കച്ചവടത്തിന്റെ ആളുകളാണ്. ഖുറൈശി ഗോത്രം എന്ന് പറയുന്നത് കച്ചവടത്തിന്റെ ആളുകളാണ്, കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. കച്ചവട പാതയുണ്ട് അവർക്ക്. മക്കയിൽ നിന്ന് ഷാമിലേക്കും സിറിയയിലേക്കും പോകുന്ന ചെങ്കടൽ തീരത്തിലൂടെ ഷാമിലേക്കും അതേപോലെ തന്നെ സിറിയയിലേക്കും പോകുന്ന കച്ചവട മാർഗങ്ങളുണ്ട്, പാതകളുണ്ട്, വഴിത്താരകളുണ്ട്. ആ വഴിത്താരകളിൽ ആ വഴിത്താരകൾ ഉപയോഗിക്കുന്നത് ഒട്ടകപ്പുറത്ത് സാധനങ്ങൾ ഏറ്റിക്കൊണ്ട്, അവരുടെ കച്ചവട സാധനങ്ങൾ ഏറ്റിക്കൊണ്ട് പോകുന്ന വഴികൾ. ഈ വഴികളിൽ പതിയിരുന്ന് ആക്രമിക്കുക എന്നുള്ള തന്ത്രമാണ് മുഹമ്മദ് ആദ്യം ഉപയോഗിക്കുന്നത്. ആദ്യത്തെ കൊള്ള എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ റെയ്ഡ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ നഖ്ല കൊള്ള എന്നാണ് അറിയപ്പെടുന്നത്. നഖ്ല കൊള്ള, നഖ്ല ഖസ്വ, ഖസ്വത്തുൽ നഖ്ല എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നഖ്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുഹമ്മദ് തൻ്റെ അനുയായികളിൽ ചില ആളുകൾ ചുമതലപ്പെടുത്തുകയും
അങ്ങനെ നഖ്ല എന്ന സ്ഥലത്തേക്ക് മുഹമ്മദിന്റെ ഖുറൈശികളിലുള്ള അബു സുഫിയാന്റെയും അതേപോലെയുള്ള ആളുകളുടെയും അബുജഹലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഷാമിലേക്കും സിറിയയിലേക്കും പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്തി അവരുടെ വസ്തുവകകൾ കൈക്കലാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏതാണ്ട് 60ഓളം വരുന്ന ആളുകളെ മുഹമ്മദ് നഖ്ല എന്ന ഭാഗത്തേക്ക് അയക്കുകയും ആ നഖ്ലയിൽ വെച്ച് ആദ്യത്തെ ആക്രമണം നടത്തുകയും ആ നഖ്ലയിൽ 2 പേർ കച്ചവട സംഘത്തിലുള്ള സാർത്ഥവാഹക സംഘത്തിലുള്ള 2 പേരെ വധിക്കുകയും ആ 2 പേരെ വധിച്ചുകൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ മുതലുകളെല്ലാം അവിടെ കച്ചവട ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന എല്ലാ സാധന സാമഗ്രികളും കൊള്ള ചെയ്ത് അടിച്ചു മാറ്റുകയും ചെയ്യുകയാണ് മുഹമ്മദ് ചെയ്യുന്നത്. ചരിത്രത്തിൽ ആദ്യത്തെ ഖസവയാണിത്. ഇത് ഏത് തരം പ്രതിരോധത്തിന്റെ യുദ്ധമാണ്, അല്ലെങ്കിൽ ഏത് തരം പ്രതിരോധത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ചരിത്ര പുസ്തകങ്ങളിലൊന്നും തന്നെ ഇത് പ്രതിരോധമാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് മറ്റ് ചരിത്ര പുസ്തകങ്ങളിലൊന്നും പോകണ്ട. ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ എഴുതിയ ചരിത്ര പുസ്തകങ്ങളിൽ ഇന്ന് വരെ ഞാൻ ജബർ മാഷൊക്കെ നോക്കിയിട്ട് ജബർ മാഷൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ നോക്കിയാൽ ഞങ്ങൾക്കും കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം മുസ്ലിങ്ങൾ തന്നെ ഈ തരത്തിൽ ഇതിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കൊണ്ടുവന്നതായിട്ട് ഒരു രേഖയും കാണാനില്ല. ആദ്യത്തെ കൊള്ള നടക്കുന്നത് നഖ്ലയിലാണ്. നഖ്ലയിൽ 2 ആളുകൾ മരിക്കുകയും യുദ്ധമുതലുകൾ എന്ന പേരിൽ അത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. സാധാരണ അറേബ്യൻ ഗോത്രവർഗങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്ന് പറയുന്നത് റജബ്, ഷാബാൻ, ദുൽഖഅദ, ദുൽഹജ്ജ് ഈ 4 മാസങ്ങളിൽ യുദ്ധം അനുവദനീയമല്ല. എൻ്റെ സ്ലൈഡ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ഡോക്ടർ അജിത്ത് പറഞ്ഞത് ഇനിയിപ്പം സ്ലൈഡ് അടിച്ചു പോയി എന്നുള്ളത് പറഞ്ഞ് അരമണിക്കൂർ അങ്ങ് പറഞ്ഞ് നിർത്തിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ എൻ്റെ ഒരു ലേഖനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡുകളൊക്കെ തയ്യാറാക്കിയിരുന്നത്. ആ സ്ലൈഡ് ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ ലേഖനത്തിൽ നിന്ന് റജബ് 1-ാം തീയതിയാണ് ഈ നഖ്ല കൊള്ള നടക്കുന്നത്. അപ്പോൾ റജബ്, അതേപോലെ മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹജ്ജ് ഈ 4 മാസങ്ങളിൽ യുദ്ധം സാധ്യമല്ല, യുദ്ധം പാടില്ല. അത് അവർ ഒരു ഗോത്ര പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് ഇത് വിശുദ്ധ മാസങ്ങൾ റജബ്, അതേപോലെ ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം ഈ 4 മാസങ്ങൾ വിശുദ്ധ മാസമാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് ഈ 4 മാസങ്ങളിൽ യുദ്ധം പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, അറേബ്യൻ എത്ര ഗോത്രങ്ങളുണ്ടോ ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളും ഗോത്ര ഭേദമന്യേ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ 4 മാസങ്ങളിൽ യുദ്ധം പാടില്ല എന്നുള്ള കാര്യം. അപ്പൊ ഈ 4 മാസം യുദ്ധം പാടില്ലാത്ത 4 മാസമായിട്ടുള്ള റജബിലാണ്, റജബ് 1-ാം തീയതിയാണ്, റജബ് 1-ന് ആണ് ഈ നഖ്ല കൊള്ള നടക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും യുദ്ധത്തെ അല്ലെങ്കിൽ ഈ കൊള്ളയെ ആരും അങ്ങനെ അപലപിക്കില്ല. അവിടുത്തെ ഗോത്രവർഗത്തിലുള്ള ആരും ഈ കൊള്ളയെ അപലപിക്കില്ല. കാരണം പല ഗോത്രങ്ങളും പരസ്പരം കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം പല ഗോത്രങ്ങളും പരസ്പരം കൊള്ള ചെയ്യുമ്പോൾ ഈ 4 മാസത്തിൽ വിലക്കപ്പെട്ട 4 മാസത്തിൽ ഒന്നായിട്ടുള്ള റജബ് മാസം കൊള്ള ചെയ്തു എന്നുള്ളതിന്റെ പേരിലാണ് മുഹമ്മദ് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും അതേപോലെ മുഹമ്മദിനെ സംരക്ഷിക്കാമെന്ന് ഏറ്റിരുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങളുണ്ടല്ലോ, ഈ ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലുള്ള ആളുകളും മുഹമ്മദിനോട് എതിരെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കാരണം നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഈ 4 മാസം യുദ്ധം വിലക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നായിട്ടുള്ള റജബ് 1-ാം തീയതി തന്നെയാണ് നിങ്ങൾ ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിയല്ല എന്നുള്ള ഒരു കാര്യം മുഹമ്മദിന്റെ അനുയായികളായിട്ടുള്ള ആളുകളും മുഹാജിറുകളായിട്ടുള്ള ആളുകളും അതേപോലെ മുഹമ്മദിനെ സന്ധി ചെയ്തിരിക്കുന്ന ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവിടെയുള്ള മദീനയിലുള്ള ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകൾ അറിയപ്പെടുന്നത് അൻസാറുകൾ എന്നുള്ള പേരിലാണ്. ഈ അൻസാറുകളിലും ചിലരൊക്കെ തന്നെ പറഞ്ഞു ഇത് ശരിയായ ഒരു ഏർപ്പാടല്ല, ഇത് നമുക്ക് യുദ്ധം വിലക്കപ്പെട്ട മാസത്തിലെ ഒരു യുദ്ധമായിട്ട് മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് ശരിയോ എന്നുള്ള സന്ദേഹം ഉയർത്തിയപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് മുഹമ്മദ് അല്ല, പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് അള്ളാഹുവാണ്, ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുഹമ്മദ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ വല്ല സംശയവും തോന്നിയാൽ
ഉടനെ മുഹമ്മദിന് വഹി ഇറങ്ങുകയാണ്, അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുകയാണ്. ഇത് ശരിയാണ് എന്നുള്ള, ഇത് യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളിലാണെങ്കിൽ പോലും ഇത് നടന്നത് ശരിയാണ് എന്ന് ദൈവം നേരിട്ട് മുഹമ്മദിന് ആയത്ത് ഇറക്കി കൊടുക്കുകയാണ്. ഖുർആൻ 2:217 2:217 പറയുന്നത് ഇങ്ങനെയാണ്. ജനം ചോദിക്കുന്നു, വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് എങ്ങനെ? പറയുക, അതിൽ വിശുദ്ധ മാസത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുക ഗുരുതരമായ കാര്യം തന്നെയാണ്. അപ്പം ജനങ്ങളുടെ സംശയത്തെ ആദ്യമേ ശരിവെക്കുകയാണ് ദൈവം. കാരണം വിലക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്യുക എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ ജനങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഈ പറയുന്ന വിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് ഗുരുതരമായ കാര്യം തന്നെയാണ്. അങ്ങനെയാണല്ലോ, നമ്മളൊരു തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അപരന്റെ വാദത്തെ നമ്മൾ ആദ്യം അങ്ങ് ശരിവെക്കും. റഫീഖിന്റെ സ്റ്റുഡിയോ കത്തിച്ചപ്പോൾ റഫീഖിന്റെ സ്റ്റുഡിയോ കത്തിച്ചതൊക്കെ തെറ്റാണ്. റഫീഖിന്റെ സ്റ്റുഡിയോ കത്തിച്ചതിനെതിരെയുള്ള വാദം ആദ്യം അങ്ങ് പറയും, അത് എൻഡോസ് ചെയ്യും, അതൊക്കെ തെറ്റാണ്. പക്ഷേ എന്നുള്ളൊരു പക്ഷയെ കൂട്ടിച്ചേർക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊക്കെ പറയുന്ന ആ പക്ഷേ തന്നെയാണ് ഈ പറയുന്ന അണ്ടകടാഹമൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ദൈവവും പറയുന്നത്. അവരോട് പറയുക അത് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തുടരുകയാണ്. എന്നാൽ ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയലും അവനെ നിഷേധിക്കലും ദൈവഭക്തർക്ക് മസ്ജിദുൽ ഹറമിലേക്കുള്ള വഴി വിലക്കലും ഹറം നിവാസികളെ അവിടെ നിന്ന് ബഹിഷ്കരിക്കലും അള്ളാഹുവിങ്കൽ അതിനേക്കാൾ ഗുരുതരമാണ്. ഏത് ഇവിടെ ഇപ്പൊ യുദ്ധം ഇവിടെ നഖലയിലേക്ക് പോയിട്ട് അവിടെ അവരുടെ ഖുറൈശികളുടെ വസ്തുവകകൾ കൊള്ളയടിച്ചതിനെ കുറിച്ച് പറയുമ്പോഴാണ് അതിന്റെ ന്യായീകരണമായിട്ടാണ് അള്ളാഹു പറയുന്നത്, ജനങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയൽ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവർ കച്ചവടം ചെയ്യുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിന് തടയലാണ് അതിനേക്കാൾ വലിയ കാര്യമെന്നാ പറയുന്നത്. ഇവർ കച്ചവടം ചെയ്യുന്നതിനേക്കാളും വലിയ കാര്യം ഇവരെ കച്ചവടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയലാണ് എന്ന അർത്ഥത്തിൽ. അതെന്ത് തടയലാണ് എന്ന് നമ്മുടെ ഒരു ബുദ്ധി കൊണ്ടൊന്നും ആലോചിച്ചാൽ നമുക്ക് കിട്ടില്ല. അതിന് പകരം കൃത്യമായിട്ട് ഒരു ഇസ്ലാമിക ബുദ്ധി തന്നെ വേണ്ടി വരും. കാരണം ഇന്ന് നമ്മുടെ ചില ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ഞാൻ ഇന്നലെയും ഇസ്ലാമല്ല, ഇന്നും ഇസ്ലാമല്ല, നാളെയും ഇസ്ലാമല്ല ആയിരിക്കില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, യാ അയ്യുഹൻ നാസ് എന്നാണ് ഇസ്ലാമിൽ പറഞ്ഞത് എന്ന്, ഹേ ജനങ്ങളെ എന്നാണ് അഭിസംബോധന ചെയ്തത് എന്ന്. ഈ ജനങ്ങളെ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മതി. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്, ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പിടി ആളുകൾ. അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ ജനങ്ങളായിട്ട് കാണുന്നു. ഹേ ജനങ്ങളെ എന്ന് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്താൽ അത് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇതിന് പുറത്തുള്ള ആളുകളെയല്ല ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. മുഹമ്മദ് അങ്ങനെ അഭിസംബോധന ചെയ്തിരിക്കുന്നതൊക്കെ ഈ തരത്തിൽ തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളെയാണ് ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തത്. അതിന് പുറത്തുള്ള ആളുകളെ മുഹമ്മദ് അഭിസംബോധന ചെയ്യുന്നേയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അവരുടെ ഹറമിൽ പ്രവേശിക്കുന്നതിനെ എതിരെ വിലക്കുന്നത്, അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകുന്നതിനെ വിലക്കുന്നത്, ഇതൊക്കെയാണ് യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, യുദ്ധത്തെക്കാൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അവർ യുദ്ധം ചെയ്തോട്ടെ, ആ യുദ്ധ മുതലുകൾ നിങ്ങൾക്ക് ഹലാലാണ്. അവരടുത്ത് നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന യുദ്ധമുതലുകൾ നിങ്ങൾക്ക് ഹറാമല്ല, നിങ്ങൾക്ക് ഹലാലാണ് എന്ന് ദൈവം തന്നെ നേരിട്ട് വഹിയായി മുഹമ്മദിനെ ഇറക്കി കൊടുക്കുകയാണ്. ഇത് ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് എന്ന് നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഇസ്ലാമിക മനസ്സുള്ളവർക്ക്, ഇസ്ലാമിൻ്റെ ആ തരത്തിലുള്ള ഡയലക്റ്റിക്സ് മനസ്സിലാവുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു ഹർത്താൽ ദിവസം സാധാരണ ഒരു പാവം സ്ത്രീ വാഹനമൊന്നും കിട്ടാതെ വരുന്ന ഒരു ജീപ്പിന് കൈ കാണിക്കുന്നു. അപ്പോൾ ജീപ്പ് നിർത്തി പിറകിലേക്ക് കയറാൻ പോകുമ്പോൾ ആ ജീപ്പിൽ നിറയെ പോലീസുകാരാണ് ഉള്ളത്. അപ്പം ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം, ഞാൻ വിചാരിച്ചത് ഇത് മനുഷ്യന്മാരുടെ ജീപ്പാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ കൈകാട്ടിയെന്നുള്ളത്. അപ്പം അതുപോലെ ഈ ന്യായം മനസ്സിലാവണമെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അതിലുള്ള മനുഷ്യർ വേറെ മനുഷ്യരാണ് എന്നും അവർ നമ്മൾ പറയുന്ന യുക്തിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല എന്നും ഉള്ള കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾക്ക് ഇത് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു. കാരണം കൊള്ള ചെയ്യുന്നതിനേക്കാൾ, യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് അത് എൻ്റെ ഗേഹമായിട്ടുള്ള ഹറമിൽ പ്രവേശിക്കുന്നത് തടയുക. എവിടെയാണ് പക്ഷേ നമുക്ക് ഇത് തടഞ്ഞത് എന്നൊന്ന് നോക്കണ്ടേ?
അങ്ങനെ ഹറമിൽ പ്രവേശിക്കുന്ന മുഹമ്മദിനെ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടോ? ഹറമിൽ പ്രവേശിക്കുന്നത്, കഅബയിൽ പ്രവേശിക്കുന്നത് മുഹമ്മദിനെ ആരും തടഞ്ഞിട്ടില്ല. ഖുറൈശികൾ തടഞ്ഞിട്ടേ ഇല്ല. ഖുറൈശികൾ തടഞ്ഞില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് പറയുന്നത് അവിടെ ഞാൻ പോയിട്ട് അവിടെയുള്ള വിഗ്രഹങ്ങൾ തച്ചുടക്കുമെന്നാ. അപ്പൊ തച്ചുടക്കാൻ വേണ്ടി നീ ഇങ്ങോട്ട് വരണ്ട, നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കേറാം, പക്ഷെ ഇവിടെ തച്ചുടക്കൽ നടക്കില്ല എന്ന് പറഞ്ഞതിനെയാണ് അവിടെ പ്രവേശിക്കുന്നതിന് വിലക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഹമ്മദ് ചെയ്ത യുദ്ധം അല്ലെങ്കിൽ കൊള്ള, അങ്ങനെ തന്നെ ഖസ്വ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം, അത് യാതൊരു തരത്തിലും പ്രതിരോധത്തിൻ്റെതായിരുന്നില്ല. ഇനി മുഹമ്മദ് ഇവിടെ മദീനയിൽ എത്തിയിട്ട് 7ാമത്തെ മാസമാണ് ഈ നഖ്ല കൊള്ള നടത്തുന്നത്. ഈ നഖ്ല കൊള്ളക്ക് മുമ്പ് തന്നെ മുഹമ്മദ് 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 2-3 അറ്റംപ്റ്റുകൾ. അതിലൊന്ന് ഹംസയുടെ നേതൃത്വത്തിൽ അല്ലീസിന്റെ ഭാഗത്ത് ചെങ്കടൽ തീരത്തേക്ക് ഒരു പ്രതിനിധി സംഘത്തെ, ഒരു പറ്റം ആളുകളെ, ഏതാണ്ട് ഒരു 30ഓളം പേരുടെ അടങ്ങുന്ന ഒരു സംഘത്തെ അയക്കുന്നു. അല്ലീസിന്റെ ചെങ്കടൽ തീരത്തുള്ള ഈ പാതയിലൂടെ, വഴിധാരയിലൂടെ സാർത്ഥവാഹക സംഘങ്ങൾ പോകുന്നു. ആ സാർത്ഥവാഹക സംഘങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി നഖ്ല കൊള്ളക്ക് മുമ്പ് ഹംസയുടെ നേതൃത്വത്തിൽ അയക്കുന്ന ഒരു സംഘം. അപ്പൊ ഹംസയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് തരം പ്രതിരോധത്തിനാണ്? പ്രതിരോധം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ആക്രമിക്കുകയോ അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആയുധമെടുക്കുന്നതിനെയാണ് നമ്മൾ പ്രതിരോധം എന്ന് പറയുന്നത്. ഇവിടെ അല്ലീസിന്റെ, അതായത് മദീനയിലാണ് മുഹമ്മദ് ഉള്ളത്. മദീനയിൽ നിന്നും ഒരുപാട് വഴിദൂരമുള്ള ചെങ്കടൽ തീരത്തിന്റെ ഭാഗത്തേക്ക് അയച്ചുകൊണ്ട് അതിലൂടെ പോകുന്ന ആളുകളെ, മക്കയിൽ നിന്ന് പോകുന്ന ആളുകളെ കൊള്ള ചെയ്യാൻ വേണ്ടി ഹംസയുടെ നേതൃത്വത്തിൽ, ഇത് ഹംസയുടെ, മുഹമ്മദിന്റെ കുടുംബക്കാരനാണ് ഹംസ, ഹംസയുടെ നേതൃത്വത്തിൽ അയക്കുന്ന ഒരു സംഘം. അത് പക്ഷേ യുദ്ധമായിട്ട് പരിണമിക്കുന്നില്ല. അവിടെ ഒരു മധ്യസ്ഥൻ ഉണ്ടാവുകയും ആ മധ്യസ്ഥത്തിന്റെ പേര് മജ്ദ് ഇബ്ൻ അംർ മുഹമ്മദ് എന്നാണ്. ആ മധ്യസ്ഥത്തിന്റെ പേര്, മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി വന്ന ആള്. അദ്ദേഹത്തിന് ഹംസയെ അറിയാം, ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളെയും അറിയാം. അദ്ദേഹം അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നു. മുഹമ്മദ് അതുകൊണ്ട് നിർത്തുന്നില്ല, വീണ്ടും ഒരു സംഘത്തെ അയക്കുകയാണ്. ഹിജാസിലെ റാബിക് മദീനയിൽ നിന്ന് ഹിജാസിലേക്ക് വീണ്ടും ഒരുപാട് വഴിദൂരമുണ്ട്. ഹിജാസിലെ റാബിക് താഴ്വരയിലേക്ക് ഒരു സംഘത്തെ ഉബൈദ് ബിൻ ഹാരിസിന്റെ നേതൃത്വത്തിൽ അബൂ സുഫിയാനും സംഘവും. അബൂ സുഫിയാനാണ് ഖുറൈശി ഗോത്രത്തിലുള്ള മുഹമ്മദിന്റെ ഏറ്റവും വലിയ എതിരാളിയായിട്ട് നിൽക്കുന്ന ഒരു വലിയ വണിക്കാണ് അബൂ സുഫിയാൻ. അപ്പൊ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം റാബിക് താഴ്വരയിലൂടെ പോകുന്നുണ്ട്. ആ റാബിക് താഴ്വരയിലൂടെ പോകുന്ന സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി 30ഓളം വരുന്ന ഒരു സംഘത്തെ അയക്കുകയാണ്. 30ഓളം വരുന്ന ഒരു സംഘത്തെ അയച്ചെങ്കിലും അവിടെ എന്തോ ചില തകരാറുകൾ ഉണ്ടായതുകൊണ്ട് സയ്യിദ് ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ഒരു സഹാബി ഒരു അമ്പ് എയ്തു എന്ന് മാത്രമല്ലാതെ അവിടെ കൊള്ള നടക്കുന്നില്ല. ആലോചിക്കണം, 30 ആളുകൾ മാത്രമാണ് ഈ ആളുകളുടെ ഇയാളുടെ നേതൃത്വത്തിൽ പോകുന്നത്. സയ്യിദ് ബിൻ അബി വക്കാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു അമ്പ് ചെയ്യുന്നു. പക്ഷെ ആ വണിക് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 200ഓളം ആളുകളാണ്. അങ്ങനെ കൂട്ടമായിട്ടാണ് പോവുക. അപ്പൊ 200ഓളം ആളുകൾ പോകുന്ന ഒരു സംഘത്തിന്റെ നേരെയാണ് 30ഓളം പോകുന്ന ആളുകൾ അമ്പും വില്ലുമായിട്ട് ഒരു അമ്പ് ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ഈ 200ഓളം വരുന്ന ആളുകളെ തോൽപ്പിക്കാൻ എന്തായാലും നമ്മുടെ 30 അംഗ സംഘത്തിന് സാധ്യമാവില്ല. അതുകൊണ്ട് തിരിച്ച് ഒരു അമ്പൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഒരു അമ്പൊക്കെ വിട്ടുകൊണ്ട് തിരിച്ചു പോരുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ പ്രതിരോധം ആയിരുന്നു ലക്ഷ്യമെങ്കിൽ, ശരിക്കും പ്രതിരോധം ഇവരുടെ ലക്ഷ്യമല്ല, അപ്പുറത്തുള്ള ആളുകളുടെ ലക്ഷ്യം. അബൂ സുഫിയാൻ്റെതാണ്, ഖുറൈശികളുടെയാണ് പ്രതിരോധം. കാരണം ഇവർക്കറിയാം ഒരു അമ്പ് വന്നാലും സാരമില്ല, നമ്മുടെ കച്ചവട വസ്തുക്കളാണുള്ളത്, മക്കയിലുള്ള ഒരുപാട് ആളുകളുടെ കച്ചവടത്തിന്റെ വസ്തുവകകളാണുള്ളത്. ഈ കച്ചവടത്തിന്റെ വസ്തുവകകൾ കൊണ്ടുപോയിട്ട് ഷാമിലോ സിറിയയിലോ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം ഇനി അടുത്ത ഒരു സാർത്ഥവാഹക സംഘം പുറപ്പെടുന്നത് വരെയുള്ള ചെലവുകൾ വഹിക്കാൻ എന്ന് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന അബൂ സുഫിയാൻ ഈ 30ഓളം വരുന്ന ആളുകളെ തിരിച്ചക്രമിക്കാതിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ അബൂ സുഫിയാൻ 200ഓളം വരുന്ന ആളുകൾക്ക് നിഷ്പ്രയാസം ഈ പറയുന്ന സയ്യിദ് ബിൻ അബി വക്കാസിനെയും അതേപോലെ അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള ഉബൈദ് ബിൻ ഹാരിസിനെയൊക്കെ വളരെ എളുപ്പത്തിൽ തകർത്ത് തരിപ്പണാക്കാമായിരുന്നു.
പക്ഷെ അതിനെ മെനക്കെടാതിരുന്നത് തങ്ങൾ കച്ചവടക്കാരാണ്, തങ്ങൾ യുദ്ധത്തിന്റെ ആളുകളല്ല, തങ്ങൾ വണിക്കുകളാണ്, അല്ലാതെ യുദ്ധവീരന്മാരല്ല, കച്ചവട വീരന്മാരാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. ഈ തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഖസ്വകൾ, റെയ്ഡുകൾ സംഘടിപ്പിക്കുകയും ഈ റെയ്ഡുകളെല്ലാം തന്നെ ഏകപക്ഷീയമായിട്ട് ഏകപക്ഷീയമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. കാരണം ഇത് സാധാരണഗതിയിൽ നമ്മളിതൊക്കെ ഒരു വാദമായിട്ട് ഉന്നയിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഈ റെയ്ഡുകൾ ആ തരത്തിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ മുഹമ്മദ് അവിടുന്ന് മക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ മക്കയിൽ വിട്ടുപോകുന്ന കുറേ വസ്തുവകകളുണ്ട് മുഹമ്മദിന്റെയും കൂട്ടാളികളുടെയും. ഈ പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം അവിടെ മുഹമ്മദിന്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഒന്നുകിൽ അടിമകളാണ്, അല്ലെങ്കിൽ സ്ത്രീകളാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. അങ്ങനെ അല്ലാത്ത രണ്ടേ ആളുകളേ ഉള്ളൂ. അതൊന്ന് അബൂബക്കറും ഉമറുമാണ്. അവർ കുറച്ച് പണമൊക്കെ കൂട്ടത്തിൽ കയ്യിലുള്ള. പിന്നെ ഖദീജയുടെ പണം മുഴുവൻ മുഹമ്മദ് തൊലച്ചിട്ടുണ്ട് അപ്പോഴേക്ക്. കാരണം കഴിഞ്ഞു, അതൊന്നും പിന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല. കാരണം ഖദീജ ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് കാസർഗോഡ് അദ്ദേഹത്തിന് വീട് കയറി കുറേ ആൾക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അപ്പം ഖദീജയുടെ കയ്യിലുണ്ടായിരുന്ന പണവും മുഹമ്മദ് തീർത്തിട്ടുണ്ട്. പിന്നെ അബൂബക്കറിൻ്റെയും അതേപോലെ ഉമറിൻ്റെയും കയ്യിലുണ്ടായിരുന്ന ഒരല്പം പണവും അത് ചില അടിമകളെ മാനുമിറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടിമയുടെ ഓണേഴ്സിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ കയ്യിൽ വലിയ തോതിലൊന്നുമുള്ള ഒരു പണവും അല്ലെങ്കിൽ വലിയ ഒരു നീക്കിയിരിപ്പോ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവിടെ വിട്ടുപോകുന്ന ഒരു കാര്യങ്ങളെ തിരിച്ചു പിടിക്കാനായിരുന്നുവെങ്കിൽ അത് പോയി ആക്രമിച്ച് അതിനെ നേരിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നത്. അല്ലാതെ ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകകൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവരങ്ങനെ സാർത്ഥവാഹക സംഘമായിട്ട് പോകുമ്പോൾ അവരാക്രമിച്ച് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതിന്റെ ന്യായമെന്ന് പറയുന്നത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്നുള്ള വളരെ കുയുക്തികമായിട്ടുള്ള, അത് ഒട്ടും ശരിയല്ലാത്ത ഒരു ഏർപ്പാടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ തരത്തിൽ നഖ്ല കൊള്ളയും അതിനു മുമ്പ് നടന്ന ചില റെയ്ഡ് അറ്റംപ്റ്റും പരാജയപ്പെട്ടു പോവുകയും നഖ്ല കൊള്ള വിജയിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് കരുതിക്കൂട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ബദർ യുദ്ധമുണ്ടാവുന്നത്. ബദർ യുദ്ധം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ യുദ്ധം എന്നറിയപ്പെടുന്നതാണ് ബദർ യുദ്ധം. നമ്മൾ സാധാരണ എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ ഉമ്മയൊക്കെ ഇങ്ങനെ നേർച്ച നേർന്നതൊക്കെ കാണാം. ബദരീങ്ങളുടെ ആണ്ടിന് ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം. ഞാനൊക്കെ ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മതവിരുദ്ധത പറയുമ്പോൾ ഉമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ബദരീങ്ങളുടെ കൃപ കൊണ്ട് എൻ്റെ മോൻ നന്നായി വരും എന്നുള്ളതാണ്. അപ്പം ബദരീങ്ങൾ എന്ന് പറയുമ്പോൾ അത്രക്ക് ആത്മാവിലേക്ക് ഉള്ളിലേക്ക് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉൾക്കാമ്പിലേക്ക് എടുത്ത ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. അവർക്ക് പക്ഷേ ഈ ചരിത്രം, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രം എന്ത് എന്നറിയാത്തത് കൊണ്ടാണ് ഈ ബദറിൽ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെയാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ബദറിൽ പങ്കെടുത്ത ആളുകൾ 313ഓളം ആളുകളാണ് ബദറിൽ പങ്കെടുത്തത്. അതിൽ 10-14ഓളം ആളുകൾ കൊല്ലപ്പെടുകയും അപ്പുറത്താണെങ്കിൽ അബു സുഫിയാന്റെ, അബൂ ജഹലിന്റെ നേതൃത്വത്തിലൊക്കെ വന്നിരിക്കുന്ന ആളുകളിൽ ഏതാണ്ട് 10-60ഓളം ആളുകൾ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നഖ്ല കൊള്ളയ്ക്ക് ശേഷം അതിന് തൊട്ട് മുമ്പും അതിന് പിന്നീടുമായി നടത്തിയ അറ്റംപ്റ്റുകളൊക്കെ പരാജയപ്പെടുകയും, ഇങ്ങനെ പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അൽ ഈസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വീണ്ടും ഒരു എന്താ പറയുക, അതിന് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധാരണ നമ്മൾ അയക്കുന്ന ആളുകളുണ്ടല്ലോ, രഹസ്യങ്ങൾ ചോർത്തി കൊണ്ടുവരാൻ വേണ്ടി അയക്കുന്ന ആളുകൾ, ചാരന്മാർ. അപ്പം ചാരന്മാരെ അല്ലീസിന്റെ ഭാഗത്തേക്ക് അയക്കുകയാണ്. അപ്പം അവർക്ക് വിവരം കിട്ടുന്നത് അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സാർത്ഥവാഹക സംഘം ഈ സ്ഥിരം വഴിത്താരയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നും, ആ വഴിത്താരയിൽ അതിന് മുമ്പേ പോയ ആളുകൾ അവിടെ എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു റെയ്ഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് അബു സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും, അങ്ങനെ ഈ ബദറിന്റെ അല്ലീസിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പേ, നബിയുടെ ആളുകൾ അവിടെ എത്തുന്നതിന് മുമ്പേ ഈ അബു സുഫിയാന്റെ ആളുകൾ ആ വഴി കടന്നു പോകും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നീട് അവർ തിരിച്ചു വന്നിട്ട് 1 മാസക്കാലമാണ് ചാരന്മാരെ അവിടെ നിയോഗിക്കുന്നത്. എപ്പോഴാണ് ഇവർ തിരിച്ചു വരിക എന്നറിയാൻ വേണ്ടി.
ഷാമിലേക്ക് പോയ ആളുകൾ തിരിച്ചു വരുന്നതും കാത്ത് ഒരു മാസക്കാലം നബിയുടെ ചാരന്മാർ അവിടെ ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കഷ്ദുൽ ജൗഹാനി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിവര കേന്ദ്രം, കാരണം ഈ പാതയിലുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നമ്മൾ ഇന്ന് ഒക്കെ പറയുന്നത് പോലെ നമുക്ക് വാർത്തകളൊക്കെ കിട്ടാനുള്ള കഷ്ദുൽ ജൗഹാനി എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നിന്നാണ് ഇവർക്ക് വാർത്തകളൊക്കെ കിട്ടുക. അങ്ങനെ ആ കഷ്ദുൽ ജൗഹാനിയുടെ അടുത്ത് ഒരു മാസക്കാലം താമസിച്ചുകൊണ്ട് അബു സുഫിയാൻ തിരിച്ചു പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം മുഹമ്മദിനെ അറിയിക്കാൻ വേണ്ടി മുഹമ്മദിന്റെ ചാരന്മാർ മദീനയിലേക്ക് പാഞ്ഞു ചെല്ലുന്നു. പക്ഷെ മുഹമ്മദ് വളരെ അതിനേക്കാൾ സമർത്ഥനായിരുന്നു. കാരണം ഒരു പ്രാവശ്യം തെറ്റുപറ്റി, 2-3 അറ്റംപ്റ്റുകൾ പരാജയപ്പെട്ടു. ഒരു അറ്റംപ്റ്റ് അവിടെ എത്തുന്നതിന് മുമ്പേ അബു സുഫിയാനും കൂട്ടരും കടന്നുപോയി. പക്ഷെ ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ല എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചാരസംഘത്തെ മാത്രമല്ല മറ്റു പല ചാരസംഘങ്ങളെയും പല ഭാഗത്തേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റു ചാരസംഘങ്ങളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അബു സുഫിയാന്റെയും കൂട്ടരുടെയും ആളുകൾ, അബു സുഫിയാനും കൂട്ടരും തിരിച്ചു വരുന്നുണ്ട്. അവരിൽ അംഗസംഖ്യ വളരെ കുറവാണ്, ഏതാണ്ട് 10-30ഓളം ആളുകൾ മാത്രമേ ഉള്ളൂ തിരിച്ചു വരുമ്പോഴേക്ക്. അങ്ങനെ ആ 30 ആളുകളെ നേരിടാൻ വേണ്ടി 313ഓളം ആളുകളുമായിട്ടാണ് മുഹമ്മദ് പോകുന്നത്. പോകുമ്പോൾ മുഹമ്മദ് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് പറയുന്ന കാര്യം ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊള്ളുക. അതിലെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. ഇതാ ഖുറൈശികളുടെ വ്യാപാര സംഘം, അതിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊള്ളുക. അവരുടെ ധനം അള്ളാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. ഇതാണോ പ്രതിരോധം? ബദറിലേക്ക് പോകുന്നതിന് മുമ്പ്, ബദറിലേക്ക് യുദ്ധപ്പുറപ്പാടുമായി 313 സഹാബികളെയും കൂട്ടി പോകുന്നതിന് മുമ്പ് ആ 313 സഹാബികളോട് മുഹമ്മദ് ആഹ്വാനം ചെയ്യുന്നതാണ് ഇത്: നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക, ഖുറൈശികളുടെ സാർത്ഥവാഹക സംഘം പണവുമായി തിരിച്ചു വരുന്നു, അവരുടെ ധനം നിങ്ങൾക്ക് അള്ളാഹു നൽകിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുന്ന ആളുകൾ എന്ത് തരം പ്രതിരോധമാണ് നടത്തുന്നത് എന്ന് നമുക്കിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കാൻ സാധ്യമല്ല. പകരം അതിന് ഒരു പ്രത്യേക ഇസ്ലാമിക യുക്തി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അബു സുഫിയാനും മോശക്കാരനൊന്നുമല്ല. മുഹമ്മദിന്റെ ആളുകൾ കഷ്ദുൽ ചൗഹാനിയുടെ അടുത്ത് നിന്ന് വിവരം കിട്ടിയതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഇതേ കഷ്ദുൽ ചൗഹാനിയിൽ നിന്ന് തന്നെ അബു സുഫിയാനും കിട്ടുന്നു. കാരണം അബു സുഫിയാൻ അവിടെ ഡബിൾ ഏജന്റാ. മുഹമ്മദിന് വിവരം കൊടുക്കുന്നു, അബു സുഫിയാനും വിവരം കൊടുക്കുന്നു. അപ്പൊ അബു സുഫിയാൻ വിവരം കിട്ടിയപ്പോൾ അബു സുഫിയാൻ പേടിച്ചു. കാരണം മുഹമ്മദ് ഈ തവണ കുറച്ച് സന്നാഹത്തോടു കൂടി തന്നെയാ വരിക എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിരോധത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ, അപ്പൊ ഈ പ്രാവശ്യം കോപ്പ് കുറച്ച് കൂടുതലുണ്ടാവും, അതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കണം എന്നുള്ള ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ അബു സുഫിയാൻ മക്കയിലേക്ക് വിവരം കൊടുക്കുകയാണ്. മുഹമ്മദും കൂട്ടരും ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങളെ തടഞ്ഞു നിർത്തി കൊള്ള ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മക്കയിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും പണമാണ് അബൂ സുഫിയാനായിട്ടുള്ള എൻ്റെ കയ്യിലുള്ളത്. ആ പണം ഈ മുഹമ്മദിൽ നിന്നും കൂട്ടരിൽ നിന്നും നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ മക്കയിൽ നിന്ന് ഉടനെ അടുത്ത ഒരു പ്രതിരോധ സംഘത്തെ ഇങ്ങോട്ട് അയച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവർക്ക് സന്ദേശം കൊടുക്കുകയാണ്. അപ്പം അവിടെ അങ്ങനെ സന്ദേശവാഹകനായിട്ട് അയച്ച ആളുടെ പേര് ലംലം ബിൻ അൽ ഗിഫാരി എന്നാണ്. ലംലം ബിൻ അൽ ഗിഫാരിയെ അബു സുഫിയാൻ മക്കയിലേക്ക് അയക്കുകയും മുഹമ്മദും കൂട്ടരും ഇങ്ങനെ വരുന്നുണ്ട്, നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് രക്ഷയുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളെ, ആയുധവും ആളുകളും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മക്കയിലേക്ക് ഈ തരത്തിലുള്ള ഒരു സന്ദേശം കൊടുത്തപ്പോൾ അവിടെ അബൂജഹലാണ് നേതാവ്. ഇപ്പോഴും നമുക്ക് അറിയാം, അബൂജഹലിന്റെ കൈകൾ നശിക്കട്ടെ എന്നൊക്കെയാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ ഇങ്ങനെ നമസ്കാരത്തിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അബൂജഹൽ കഅബയുടെ ചുറ്റുമായിട്ട് ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. മുഹമ്മദ് വിളിച്ചു കൂട്ടിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു. നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക, ഖുറൈശികളുടെ സാർത്ഥവാഹക സംഘം വരുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ, അള്ളാഹു കനിയുകയാണെങ്കിൽ അവരുടെ മുതലുകൾ നമുക്ക് ലഭ്യമായേക്കാം എന്നുള്ള പ്രതിരോധം അതാണ്, എന്നുള്ള ആ പ്രതിരോധം ഇൻവെർട്ടഡ് കൊമയിൽ എന്നുള്ള പ്രതിരോധത്തിനാണ് മുഹമ്മദ് പോകുന്നത്. അവിടെ അബൂജഹൽ, അതേ സമയത്ത് അബൂജഹൽ കഅബയുടെ ചുറ്റും ആളുകളെ കൂട്ടിക്കൊണ്ട് അബൂജഹൽ പറയുന്ന ഒരു കാര്യം, ഖുറൈശികളെ, നിങ്ങളുടെ ധനം അബൂ സുഫിയാന്റെ പക്കലാണ്, മുഹമ്മദും കൂട്ടരും അത് തട്ടിയെടുക്കാൻ പടമയച്ചിരിക്കുന്നു. സ്വന്തം ധനത്തിന്റെ രക്ഷക്കായി ഉടൻ പുറപ്പെടുക, സ്വന്തം ധനത്തിന്റെ രക്ഷക്കായി ഉടൻ പുറപ്പെടുക.
അപ്പൊ ഏതാ പ്രതിരോധം? നമ്മൾ പറയുന്ന ഈ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, എൻ്റെ ഉമ്മ ഒരു നിരക്ഷരയാണ്, 4ാം ക്ലാസ് മാത്രം വരെ പഠിച്ച ആളുകളാണ്, ഒരു സ്ത്രീയാണ്. അപ്പൊ എൻ്റെ ഉമ്മയെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഈ ബദറിൽ പോയിട്ട് യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചിരിക്കുകയാണ് ആളുകൾ. 313ഓളം ആളുകൾ വീരമൃത്യുവാണ് വരിച്ചിരിക്കുന്നത്. ഈ വീരമൃത്യു സ്വന്തം ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഈ ആളുകൾ മഹാന്മാരാണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണുന്നത്, ഇസ്ലാമിക ചരിത്രം തപ്പിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് പറയുന്നത് നിങ്ങൾ അവരെ കൊള്ള ചെയ്യാൻ വരൂ എന്നാണ്. അപ്പം മുഹമ്മദിന്റെ കൂടെ മുഹാജിറുകളല്ലാത്ത കുറെ അൻസാറുകളും കൂടെ കൂടാൻ കാരണം ധനം കിട്ടുമല്ലേ. കാരണം കിട്ടുന്ന ധനത്തെ എങ്ങനെയൊക്കെ ഓഹരി വെക്കണം എന്നൊക്കെ മുഹമ്മദ് കൃത്യമായ നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിന്റെ 5-1 അള്ളാഹുവിനും ബാക്കിയുള്ളത് ഇന്നയാൾക്കും പിന്നെ ഇന്ന വഴിപോകർക്കും അതിൽ പങ്കെടുത്ത ആളുകൾക്കും എന്നൊക്കെ കൃത്യമായ വിവരണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിൽ കൃത്യമായിട്ട് പ്രതിരോധത്തിന്റെ ഭാഗത്തേക്ക് വന്നത് ആരാണ് എന്ന് ഈ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ അബൂജഹൽ പറയുന്നത്, കഅബയുടെ ചുറ്റും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നത്, മക്കാ നിവാസികളെ നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക, നിങ്ങൾ പുറപ്പെടുക, അല്ല എങ്കിൽ നിങ്ങളുടെ പണമുള്ളത് അബൂ സുഫിയാന്റെ പക്കലാണ്. മുഹമ്മദും കൂട്ടരിൽ നിന്നും ആ പണത്തെ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾ പുറപ്പെട്ട് കൊള്ളുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അബൂ സുഫിയാൻ അതിലും വലിയ ഒരു സംഭവം കാണിച്ചു. അബൂ സുഫിയാൻ വഴി ഒന്ന് മാറ്റി ചവിട്ടി. സാധാരണ ഈ അല്ലീസിന്റെ ഭാഗത്തൂടെ സാധാരണ വഴിത്താരയിലൂടെ വരുന്നതിന് പകരം അബൂ സുഫിയാൻ വേറൊരു ആൾട്ടർനേറ്റീവ് റൂട്ട് ഡീടൂർ ചെയ്തു. വേറൊരു ആൾട്ടർനേറ്റീവ് റൂട്ട് എടുത്തിട്ട് മക്കയിലേക്ക് പോവുകയും അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും കാണുകയും ചെയ്യുന്നു. അവിടെ യുദ്ധം നടക്കുന്നു. യുദ്ധം നടന്നപ്പോൾ ഏതാണ്ട് 10-60ഓളം ആളുകൾ അപ്പുറത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ആ ആളുകളിൽ 60ഓളം ആളുകൾ മരിക്കുന്നു. ഇപ്പുറത്ത് 10-13ഓളം ആളുകൾ ഇപ്പുറത്തും മരിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഏതാണ് പ്രതിരോധത്തിന്റെ യുദ്ധമെന്ന് ഇനി വരുന്ന ഓരോ യുദ്ധവും ഈ തരത്തിൽ ഒരുപാട് യുദ്ധങ്ങളുണ്ട്. നമ്മുടെ ഖുറൈശി ജൂത ഗോത്രങ്ങളെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ഒരുപാട് യുദ്ധമുറകളുണ്ട്. ഇതൊക്കെ തന്നെ പ്രതിരോധത്തിൻ്റെതായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തിലുള്ള 2-3 യുദ്ധ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നഖ്ല കൊള്ള മുതൽ അല്ലെങ്കിൽ നഖ്ല കൊള്ളക്ക് മുമ്പ് ഹംസയുടെ നേതൃത്വത്തിലും അബീ വക്കാസ് അംബെയ്ത ആ കാര്യത്തിലും അല്ലെങ്കിൽ മുഹമ്മദ് തന്നെ ചില നീക്കങ്ങൾ നടത്തുകയും മുദ്ലജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുഹമ്മദ് തന്നെ പോയിട്ട് ആളുകളെ കാണാതെ തിരിച്ചു വരുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ തരത്തിൽ നടന്ന നീക്കങ്ങളെല്ലാം തന്നെ പ്രതിരോധത്തിനായിരുന്നില്ല എന്നും പകരം തങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, അവിടെ കാര്യമായ പണം ലഭിക്കാതിരിക്കുമ്പോൾ അന്ന് ആ ഗോത്രങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് ചെയ്തത് എന്നുമുള്ള എൻ്റെ ഭാഗം അത്രയാണ്. കാരണം അന്ന് എല്ലാ ഗോത്രവർഗ ആളുകളും ചെയ്യുന്നത് മാത്രമേ മുഹമ്മദും ചെയ്തിട്ടുള്ളൂ. കാരണം കയറി ആക്രമിക്കുക, അവരുടെ വസ്തുവകകളെ പിടിച്ചെടുക്കുക, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഈ തരത്തിൽ ആ ഗോത്രത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉള്ള ഒരു സാധാരണ ഗോത്ര തലവനായിരുന്നു മുഹമ്മദ്. ആ ഗോത്ര തലവനെ ഇന്ന് നമുക്ക് സായിബാബയെയും അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയ്യെയും ഒക്കെ ദൈവമായിട്ട് ആരാധിക്കുന്നുവെങ്കിൽ അതുപോലെയുള്ള ഒരു ഗോത്ര നേതാവ് എന്നതിൽ കവിഞ്ഞ് ഒരു പ്രാധാന്യവും ചരിത്രത്തിൽ മുഹമ്മദിന് ഇല്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഒരുപാട് അന്യായങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു നേതാവിനെയാണ് ഇന്നും നമ്മൾ മുസ്ലിങ്ങൾ വളരെ മുത്ത് നബി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്നുള്ള വിരോധാഭാസവുമുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പറഞ്ഞതിൽ വ്യക്തതയില്ലാത്ത ഭാഗമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇതിൽ മറ്റു വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഔസ്, ഖസറജ് അത് രണ്ടും അറബി ഗോത്രങ്ങളാണ്, ജൂതഗോത്രങ്ങളല്ല. പിന്നെ അവിടെ ജൂതഗോത്രങ്ങൾ എന്ന് പറയുന്നത് ബനു ഖുറൈള, ബനു നദീർ, ബനി ഖൈനുഖ, ഈ 3 ഗോത്രങ്ങളായിരുന്നു മദീനയിൽ ജൂതഗോത്രങ്ങൾ. മറ്റത് രണ്ടും അറബി ഗോത്രങ്ങൾ തന്നെയാണ്. ബനു ഖുറൈള, ബനു നദീറ ഈ പറയുന്ന ഗോത്രങ്ങളെല്ലാം തന്നെ ജൂതഗോത്രങ്ങളാണ്. ഔസ്, ഖസ്റജ് എന്ന് പറയുന്നത് അറബി, ഞാൻ ജൂതഗോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ തന്നെയാണ്. ജൂതഗോത്രം എന്നല്ല ഉദ്ദേശിച്ചത്. 2 പ്രമുഖമായിട്ടുള്ള ഗോത്രങ്ങളാണ്.
ആ അറബി ഗോത്രങ്ങളായിട്ടുള്ള 2 പ്രമുഖ ഗോത്രങ്ങളാണ് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ. ഞാൻ ജൂതഗോത്രം എന്ന് പറഞ്ഞു തോന്നുന്നു അല്ലേ? പിന്നെ ഇസ്ലാമിലെ യുദ്ധത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് അറിയാൻ താല്പര്യമുണ്ട്. കാരണം പലപ്പോഴും തന്നെ ഇസ്ലാമിലെ മൊത്തം യുദ്ധത്തിൽ, അത് മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്ന യുദ്ധത്തിൽ 58 ആൾ എന്നുള്ളൊരു കണക്കാണ് പ്രസംഗി പറയുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കേട്ടില്ലോ? ഇസ്ലാമിക യുദ്ധത്തിൽ എത്രത്തോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ഇസ്ലാമിക യുദ്ധങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടത് 60-ൽ താഴെ ആളുകളാണ് എന്ന് സാധാരണ ഇസ്ലാമിസ്റ്റുകൾ പറയാറുണ്ട്. 60-ൽ താഴെ ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന്. പക്ഷേ ഈ 60-ൽ താഴെ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് കൃത്യമായ ഒരു കണക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പല യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പം ബദറിലാണ് കൊല്ലപ്പെട്ട ആളുകൾ 13 അല്ലെങ്കിൽ 14 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 14 എന്ന് ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, 13 എന്ന് ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് ഇനി അഥവാ ഇപ്പം 60-ൽ താഴെ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം കൊല്ലപ്പെട്ടു എന്നാണ്. കുറഞ്ഞ ആളുകൾ കൊല്ലപ്പെടുന്നത് ഒരു സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളും കുറവായിരുന്നു. അപ്പം അതെ ഇപ്പം പല യുദ്ധങ്ങളും നടക്കാതെ ഇതിനൊക്കെ കാരണം നിങ്ങൾ ഒന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക. കൊല്ലപ്പെടുക അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പോൾ പിന്നെ പല യുദ്ധങ്ങളും നടക്കുമ്പോൾ ആളുകൾ യുദ്ധമൊന്നും ഇല്ലാതെ തന്നെ കീഴടങ്ങി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഉണ്ട്, അതുകൊണ്ട് യുദ്ധമില്ലാതെ കൊല്ലപ്പെടുന്ന ആളുകളാണ് കുറെ. കാരണം കീഴടങ്ങിയതിന് ശേഷമാണ് ഒരു ജൂതഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെ നിരത്തി നിർത്തിയിട്ട് അവരുടെ തുണി പൊക്കി നോക്കിയിട്ട് പ്രായപൂർത്തിയായ പുരുഷന്മാരെ മുഴുവൻ കിടങ്ങ് കൊഴിച്ചിട്ട് ഏതാണ്ട് 600-700ഓളം ആളുകളെ ഒരു കിടങ്ങിലിട്ട് കൊല്ലുന്നത്. അപ്പൊ ഇത് പറഞ്ഞ മാതിരി യുദ്ധത്തിൽ വരുന്നതല്ല. ഇത് യുദ്ധം ഇല്ലാതെ കീഴടങ്ങിയ ആളുകളെയാണ്. കീഴടങ്ങിയ ആളുകൾ ഒരുപക്ഷെ ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയാവുമെന്ന് വിചാരിക്കുന്ന മുഴുവൻ ആളുകളെയും നിരത്തി നിർത്തി കൊന്നുകളയാണ് ചെയ്യുന്നത്. വർഷം ഈ കൃത്യമായിട്ട് ഇപ്പം എനിക്കത് നോക്കാതെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഈ ആകെ 13 വർഷമാണ് മുഹമ്മദ് യുദ്ധം ചെയ്തത്. ഈ 13 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ കൂട്ടക്കൊലകൾ മുഴുവൻ നടക്കുന്നത്. മദീനയിൽ വെച്ച് 10 വർഷം. അല്ല, ഖുറൈശി പക്ഷം ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ ഖുറൈശി പക്ഷത്തേക്ക് പോകുന്ന ആളുകളുണ്ട്. നബിയുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇത് ശരിയല്ല എന്ന് തോന്നിയിട്ട് ഖുറൈശി ഭാഗത്തേക്ക് പോയ ആളുകളുണ്ട്. ബനു ഖുറൈല ഗോത്രം നബിക്കെതിരായിട്ടൊന്ന് സഖ്യകക്ഷിയല്ലേ, അതിൻ്റെ പേരിലാണ് ആ കൂട്ടക്കൊലാണ്. അത് ഹിജ്റ 9. അപ്പോൾ വളരെ നന്ദി മെഹ്റൂഫ് ഖലോ.